ഞാൻ പറഞ്ഞു UDF-നെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അതെൻ്റെ കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പോവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ ഒരു പ്രത്യേക സമയത്ത് പോയി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ് എല്ലാവരും. ഞാനത് പറയുന്നില്ല. അദ്ദേഹവും ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു ബന്ധത്തിനൊരു കുഴപ്പമില്ല. ഇത് ഓരോരുത്തർ എന്നിട്ട് ഓരോന്ന് ചോദിച്ച് ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. ഞാൻ പറഞ്ഞത് എന്നെ വെല്ലുവിളിച്ചു. UDF-നെ ജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. UDF-നെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു UDF-നെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അതെൻ്റെ കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പോവുകയും ചെയ്യും. ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മറ്റേതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? UDF-നെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ. UDF-നെ ജയിപ്പിക്കാൻ പറ്റും. സാങ്കല്പിക ചോദ്യമാണ് ജയിപ്പിക്കാൻ പറ്റുമെന്ന്. പറ്റില്ലെന്ന്. ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. ജയിച്ചാൽ ലീഡർഷിപ്പിൻ്റെയാണ്. എല്ലാവരും പാർട്ടി പ്രവർത്തകരും ലീഡർഷിപ്പും എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള വിജയമാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. തുടർച്ചയായി 2 പ്രാവശ്യം പരാജയപ്പെട്ട UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തോടു കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. അതിൽ ഞാൻ പരാജയപ്പെട്ടു. UDF-നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായി ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യും. അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കും.